ഹായ് എവ്രി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയിൽ ഇന്ന് ഒരു 10 പോയിന്റ് മാത്രം ഇടിഞ്ഞുകൊണ്ടുള്ള ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഹൈ എന്ന് പറയുന്നത് 24,041 എന്ന റേഞ്ചാണ്. അതുപോലെ അതിൻ്റെ ലോ 23,954 അതായത് അവിടെ ഒരു 87 പോയിന്റിൻ്റെ ഇടയിലുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺസ് മാത്രമാണ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായത്. അപ്പോൾ ഇവിടെ നാരോ റേഞ്ചിലായിട്ടുള്ള വലിയ അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലാത്ത ഈ ഒരു ശാന്തമായ എക്സ്പയറി സൂചിപ്പിക്കുന്നത് അവിടെ ആ 24,000 എന്നുള്ള ആ ഒരു റേഞ്ചിൽ ബുൾസും ബിയേഴ്സും അതിശക്തമായിട്ട് നിലയുറപ്പിച്ചുകൊണ്ട് ഒരു ബലാബലം പരിശോധിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ടഗ് ഓഫ് വാർ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ വോളറ്റിലിറ്റി ഇല്ലാതെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. എന്നാൽ നിഫ്റ്റിയിലുള്ള ഒരു പെർഫോമൻസ് ഫ്ലാറ്റ് ആണെങ്കിലും ബ്രോഡ് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഹെവി സെൽ ഓഫ് നടന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പിലെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണെങ്കിലും മൈക്രോ ക്യാപ് സ്റ്റോക്കുകളിൽ ഹെവി സെൽ ഓഫ് നടന്നിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ബ്രെഡ്സ് സൂചിപ്പിക്കുന്നത് 34% സ്റ്റോക്കുകൾ മാത്രമാണ് മൊത്തത്തിൽ ഇന്ന് മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്തത്. 60% കൂടുതൽ സ്റ്റോക്കുകൾ ഇന്ന് ഡിക്ലൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്രൂഡ് ഓയിലിൻ്റെ ആ ഒരു വില 85-87 എന്നുള്ള ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയ ഇഷ്യൂ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിൽ പോലും അടുത്ത ദിവസം വരാൻ പോകുന്ന US-ന്റെ ഫെഡ് റിസർവ് മീറ്റിങ്ങും അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളുമൊക്കെ മാർക്കറ്റിൽ ഒരു കോഷ്യസ് ആയിട്ടുള്ള നിലപാടെടുക്കാൻ ഇൻവെസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ നിലവിൽ ശാന്തമായി നിൽക്കുന്ന ഈ ഇറാൻ-US കോൺഫ്ലിക്റ്റ് അത് ട്രംപിൻ്റെ ഒരൊറ്റ പ്രസ്താവന മതി കാര്യങ്ങളൊക്കെ തകിടം പറയാൻ. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് പൊതുവെ മാർക്കറ്റ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് യഥാർത്ഥത്തിൽ മാർക്കറ്റിനെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തിയത് IT സെക്ടറാണെന്ന് കാണാം. നമുക്കറിയാം ഇന്നലെ ജെഫ്രീസ് IT സെക്ടറിൻ്റെ റേറ്റിംഗ് ഉയർത്തിയതും അതുപോലെ മൊത്തത്തിലുള്ള വാല്യുവേഷൻ ഇൻവെസ്റ്റേഴ്സിന് അനുകൂലമായതുമൊക്കെ പല ഹെവി വെയിറ്റ് IT സ്റ്റോക്കുകളിലും നല്ല ബൈങ് കാരണമായിട്ട് ഇന്നും 3% കൂടുതലുള്ള ഒരു മുന്നേറ്റം IT സെക്ടറിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ TCS, ടെക് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകളിൽ ശക്തമായ നേട്ടം ഇന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത് കൂടാതെ റിയൽറ്റി സെഗ്മെൻറ്റിലും കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ലോധ ഡെവലപ്പേഴ്സിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ പല റിയൽറ്റി സ്റ്റോക്കുകളിലും നല്ല റിസൾട്ട് വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനും കാരണം നല്ല മുന്നേറ്റം അവിടെയും കാണാൻ കഴിഞ്ഞു. കൂടാതെ ഓട്ടോ സെഗ്മെൻറ്റിലും അത്യാവശ്യം ബൈങ് നടന്നിട്ടുണ്ട്. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട സെക്ടറുകളൊക്കെ ഇന്ന് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ എനർജി സെക്ടറിൽ കോൾ ഇന്ത്യ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് മൊത്തത്തിൽ ആ ഒരു സെക്ടറിനെ താഴോട്ടേക്ക് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ വോളിയം കുറഞ്ഞതും അതുകൂടാതെ അവരുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വലിയ തോതിൽ വർദ്ധിച്ചതുമൊക്കെ അവരുടെ റിസൾട്ടിൽ അനലിസ്റ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യാൻ അവർക്കായില്ല. അതിൻ്റെ ഒരു സെൽ ഓഫ് ആ സ്റ്റോക്കിലുണ്ടായി. അപ്പോൾ നല്ലൊരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ട് പോലും സ്റ്റോക്കിൽ 4%-ലധികം ഇടിവ് നമുക്ക് കാണാൻ കഴിയും. കോൾ ഇന്ത്യയുടെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 7%-ന്റെ ഒരു റവന്യൂ ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ പ്രോഫിറ്റിൽ ഒരു 0.6 എന്നുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്താണ് അവിടെ കാണുന്നത്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നെഗറ്റീവ് ഗ്രോത്താണ്. ഇതാണ് കോൾ ഇന്ത്യയുടെ സെൻറ്റിമെൻറ്റ്സ് മൊത്തത്തിൽ നെഗറ്റീവ് ആക്കിയിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ വന്നിട്ടുള്ള റിസൾട്ട് FMCG സെഗ്മെൻറ്റിൽ ഒരു ശക്തമായ തിരിച്ചടി കൊണ്ടുവന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടറായിരുന്നു FMCG. അവിടെ HULൻ്റെ റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു ലാഭം നേടാൻ ആവാത്തതുകൊണ്ട് തന്നെ 7% ഒരു ഇടിവാണ് ഇൻട്രാഡേയിൽ ഈ സ്റ്റോക്കിലുണ്ടായത്. അപ്പോൾ ഇത് മൊത്തത്തിൽ FMCG സെക്ടറിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ HULൻ്റെ ആ ഒരു ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഒരു 10% വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റിൽ 3% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പ്രോഫിറ്റിൽ നല്ല ഇടിവ് രേഖപ്പെടുത്തിയായിട്ട് കാണാം. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഇൻഫ്ലേഷനാണ്. കൂടാതെ ഇവരുടെ ഉയർന്ന അഡ്വർടൈസിങ് എക്സ്പെൻസസും അതുപോലെ അർബൻ മേഖലകളിൽ ഈ റൂറൽ മേഖലകളെക്കാൾ അപേക്ഷിച്ചിട്ടുള്ള ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഡിമാൻഡും കൂടിയാണ് ഇവരുടെ മാർജിനെ ബാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നെസ്ലയുടെ റിസൾട്ട് തികച്ചും ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് അവരുടെ പ്രോഫിറ്റ് 48% വർദ്ധിച്ചിരുന്നു. കൂടാതെ റവന്യൂവിൽ 25% വർധന ഉണ്ടായിരുന്നു. അപ്പോൾ നെസ്ലെ മുന്നേറുകയും HUL പുറകോട്ട് പോവുകയും ചെയ്തത് തീർച്ചയായിട്ടും മാർക്കറ്റ് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. എങ്കിൽ പോലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെസ്ലയുടെയും ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെയും പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ്. കാരണം നെസ്ലയുടെ വളർച്ച പ്രധാനമായിട്ടും അവരുടെ നെസ്കഫെ, മാഗി, കിറ്റ്കാറ്റ് തുടങ്ങിയുള്ള ഫുഡ് പ്രൊഡക്റ്റുകളുടെ ഒരു വിൽപ്പനയാണ്. കൂടാതെ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ പോലെയുള്ള ആപ്പുകൾ വഴി പാക്കേജ്ഡ് ഫുഡ് ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ച വൻ ഡിമാൻഡ് നെസ്ലയുടെ ഒരു സെയിൽസിൽ വൻ വർധന ഉണ്ടാക്കി. എന്നാൽ HULനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നെസ്ലയേക്കാൾ വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ HULൻ്റെ സോപ്പ്, ഡിറ്റർജൻസ്, ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്നിവയാണ് അവരുടെ കോർ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഇവിടെയാണ് റോ മെറ്റീരിയൽ കോസ്റ്റ് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ ആ ഒരു
പ്രൊഡക്റ്റ് ഡിമാൻഡിൽ വൻപിച്ച കുറവുണ്ടായത്. എന്നാൽ നെസ്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ബീവറേജ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് വലിയ തോതിൽ ഉണ്ടാകാത്തൊരു മേഖലയായതുകൊണ്ടും കൂടാതെ മാർക്കറ്റിംഗ് കുറച്ചുകൂടി പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയതുകൊണ്ടും നല്ല മുന്നേറ്റം നെസ്ലെ ഉണ്ടായി. ഇതേപോലെ ശക്തമായ ഇടിവിൽ നിന്ന് നേരിട്ട മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഏകദേശം 4% ഒരു വമ്പിച്ച ഇടിവാണ് സ്റ്റോക്കിലുണ്ടായത്. അപ്പോൾ BELന്റെ റിസൾട്ട് ഇയർ ഓൺ ഇയർ സെയിൽസിൽ 24% വർധനവും പ്രോഫിറ്റിൽ 8% വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലുള്ള ഇടിവ് സ്വാഭാവികമായിട്ടും ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടാകുന്ന ഒരു ഇടിവ് മാത്രമാണ്. പക്ഷേ ഈ കമ്പനിയുടെ വരുമാനം 25% ഉയർത്തിയിട്ടുണ്ടെങ്കിലും എബിറ്റ മാർജിൻ അത് 28% നിന്ന് 25% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ റോ മെറ്റീരിയൽ കോസ്റ്റിലുണ്ടായിട്ടുള്ള വർധനവും ഉയർന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും മാർജിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ BELനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇതിലും മികച്ച ഒരു മാർജിൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യാത്തതാണ് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാൻ ഇപ്പോൾ കാരണമായിട്ടുള്ളത്. എങ്കിൽ പോലും BELന്റെ സ്റ്റോക്കിൽ ഈ ഒരു ഇടിവുണ്ടായിട്ടും പല ലീഡിംഗ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് ഇപ്പോൾ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ 530 എന്നുള്ള ഒരു ടാർഗറ്റ് നൽകിയതായിട്ട് കാണാം. അതുപോലെ ചോയ്സ് ബ്രോക്കിംഗ് 500 എന്നുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. എലാര ക്യാപിറ്റൽ 450 എന്നുള്ള ടാർഗറ്റാണ്. നൊമൂറ 454 എന്നുള്ള ടാർഗറ്റൊക്കെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ BELന്റെ ഈ ഒരു ക്വാർട്ടറിലുണ്ടായിട്ടുള്ള നേരിയൊരു തിരിച്ചടി അത് തീർച്ചയായിട്ടും BEL റിക്കവർ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 72,250 കോടിയിലധികം വരുന്ന ഓർഡർ ബുക്കുള്ള ഏകദേശം 3-4 വർഷത്തെ റവന്യൂ സുരക്ഷിതമായിട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ബിസിനസ്സിലാണ് ഇവരുള്ളത്. കൂടാതെ മേക്ക് ഇൻ ഇന്ത്യ, അതുപോലെ ഡിഫൻസ് എക്സ്പോർട്ടുകൾ, ഡ്രോൺ, ഡാറ്റാ സെൻറ്റർ തുടങ്ങിയ മേഖലകളിലേക്കുള്ള ചുവടുമാറ്റം, ഇതൊക്കെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് വളരെ ശക്തമാണ്. അപ്പോൾ ഈ ഒരു ഇടിവ് തീർച്ചയായിട്ടും അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുക. എന്നാൽ ഷോർട്ട് ടേമിലേക്ക് ഒരു വളറ്റിലിറ്റിയും റേഞ്ച് ബൗണ്ടുമായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ കാണാൻ കഴിയുമെങ്കിലും ലോങ് ടേമിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ മാർക്കറ്റ് ഇത്തരത്തിലുള്ള പല Q1 ഏർണിങ്സ് കാരണവും കൂടാതെ US ഫെഡ് റിസർവിൻ്റെ തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. അതുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജാഗ്രതയാണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. ഇതുകൂടാതെ ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നടന്ന ചില സംഭവവികാസങ്ങൾ വളരെ രസകരമാണ്. കാരണം അവിടെ US മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് NVIDIAയെ പിന്നിലാക്കിക്കൊണ്ട് ആപ്പിൾ വീണ്ടും ലോകത്തിലെ ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ NVIDIAയുടെ ആ ഒരു സാമ്പത്തിക ബാധ്യതകൾ, പ്രത്യേകിച്ച് സോഫ്റ്റ് ബാങ്ക്, OpenAI പോലെയുള്ള വലിയ ഡാറ്റാ സെൻറ്റർ പ്രൊജക്റ്റുകളിലുള്ള റിസ്ക് ഉയർന്നതോടെ NVIDIAയുടെ സ്റ്റോക്ക് നല്ല ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറയാനും അത് കാരണമായിട്ടുണ്ട്. നേരെ മറിച്ച് ആപ്പിൾ അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് നേരിട്ട് വലിയ തോതിലുള്ള തുക ചെലവഴിക്കുന്നതിന് പകരം കൂടുതൽ സുരക്ഷിതമായ ഒരു ഫൈനാൻഷ്യൽ സ്ട്രാറ്റജിയും തന്ത്രപരമായിട്ടുള്ള ഐഫോൺ സെല്ലിങ്ങുമാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.95 ട്രില്യൺ ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ അത് 5 ട്രില്യൺ ക്ലബിലേക്ക് അടുക്കുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ചിപ്പ് AI ഇക്കോസിസ്റ്റത്തിൽ വമ്പിച്ച സെൽ ഓഫാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൗത്ത് കൊറിയൻ ഇൻഡെക്സ് ആയിട്ടുള്ള കോസ്പിയിൽ ഇന്ന് വൻ തിരിച്ചടിയെ തുടർന്ന് സർക്യൂട്ട് ബ്രേക്കർ നേരിട്ടുണ്ട്. അതുപോലെ ജപ്പാൻ്റെ നിക്കേ 225 വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ US മാർക്കറ്റിലെ ഈ NVIDIA ASML സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഇടിവാണ് യഥാർത്ഥത്തിൽ ഏഷ്യൻ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിലെയും ബാധിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇക്കോസിസ്റ്റത്തിൽ സ്പെൻഡ് ചെയ്യുന്ന പണം അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ സൗത്ത് കൊറിയൻ ലീഡിംഗ് ചിപ്പ് നിർമ്മാതാക്കളെ SK ഹൈനിക്സ് 9%, അതുപോലെ സാംസങ് ഇലക്ട്രോണിക്സ് 7% ഒക്കെയാണ് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. കൂടാതെ ജപ്പാൻ്റെ ടോക്കിയോ ഇലക്ട്രോൺ, അതുപോലെ സോഫ്റ്റ് ബാങ്ക് തുടങ്ങിയ ടെക്നോളജി സ്റ്റോക്കുകളിലും വമ്പിച്ച സെല്ലിംഗ് പ്രഷറാണ് നേരിടുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് AI ഇക്കോസിസ്റ്റത്തിൽ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ചൈനീസ് സ്റ്റാർട്ടപ്പുകളിൽ നിന്നാണ്. ഇപ്പോൾ നമുക്കറിയാം 2025 ജനുവരിയിൽ DeepSeek വളരെ കുറഞ്ഞ ചിലവിൽ AI മോഡൽ പുറത്തിറക്കിയതോടെ ഈ ഭീഷണി ആരംഭിച്ചിരുന്നു. അമേരിക്കൻ ഏഷ്യൻ ടെക് കമ്പനികൾ AI പ്രൊസസ്സറുകൾക്കും ഡാറ്റാ സെൻറ്ററുകൾക്കുമായിട്ട് ദശലക്ഷക്കണക്കിന് ഡോളറുകളാണ് ചെലവഴിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും എത്രയോ കുറഞ്ഞ റേറ്റിലുള്ള ചിപ്പുകളും ചെറിയ ബഡ്ജറ്റ് ഉപയോഗിച്ച് ചൈനീസ് കമ്പനികൾ അതിവേഗം മുന്നേറിയപ്പോൾ ഈ വൻകിട കമ്പനികളുടെ ഈ ഒരു ഉയർന്ന ഇൻവെസ്റ്റ്മെൻറ്റും വലിയ തോതിലുള്ള വാല്യുവേഷനും ആവശ്യമാണോ എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞതും മികച്ചതുമായ ടെക്നോളജി
അഡ്വാൻസ്മെൻറ്റ്സ് വർഷങ്ങളായി AI ട്രെൻഡ് കാരണം ഉയർന്ന നിലയിൽ നിന്നിരുന്ന സ്റ്റോക്കുകളുടെ ആ ഒരു വാല്യുവേഷൻ പുനഃപരിശോധിക്കാൻ ഇൻവെസ്റ്റേഴ്സ് നിർബന്ധിതമാവുകയാണ്. അതാണ് ഒരു ഹെവി സെൽ ഓഫ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റ് ഈ 2026 മുതൽ ഈ നിമിഷം വരെയുള്ള അതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8% ഒരു ഇടിവാണ് അതിൻ്റെ ഹൈയിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതേസമയം കോസ്പി 39% മുന്നേറ്റവും, നിക്കൈ 225 19.8% മുന്നേറ്റവും, നാസ്ഡാക്ക് കോമ്പോസിറ്റ് 7.27% മുന്നേറ്റവും, തായ്ലാൻഡ് ഇൻഡെക്സ് ആയിട്ടുള്ള തായ് എക്സ് 41.75% മുന്നേറ്റവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഗ്ലോബൽ മാർക്കറ്റൊക്കെ ശക്തമായി മുന്നേറുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നീങ്ങുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ ഈ ഇൻഡെക്സുകളുടെ ഒരു പെർഫോമൻസും നിഫ്റ്റിയുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി കഴിഞ്ഞ ഒരു മാസം 0.35% പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ലെങ്കിലും നെഗറ്റീവ് ആയിട്ടില്ല. എന്നാൽ കോസ്പി 28% ഡൗൺ ആണ്. നിക്കി 225 10% ഡൗൺ ആണ്. അതുപോലെ കഴിഞ്ഞ ഒരു മാസം നാസ്ഡാക്ക് കോമ്പോസിറ്റ് 3.4% ഡൗൺ ആണ്. തായ് എക്സ് 7% ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ വലിയ തോതിൽ മുന്നേറാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് വലിയ തകർച്ചയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു AI ഇക്കോസിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാസീവായിട്ടുള്ള ചേഞ്ച് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ US ടെക് ഓഹരികൾ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും വമ്പിച്ച തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 12% മുതൽ 25% വരെ പല ചിപ്പ് സെമി കണ്ടക്ടർ സ്റ്റോക്കുകളും ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളിൽ കുറച്ചുകൂടി സിവിയറാണ്. അമേരിക്കൻ മാർക്കറ്റുകളേക്കാൾ കൂടുതലായിട്ടുള്ള ഇടിവാണ്. ഏകദേശം 20% മുതൽ 30% വരെ പല ലീഡിങ് ഈ ടെക് സ്റ്റോക്കുകളും ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഗ്ലോബൽ സിനാരിയോ ഈ ടെക് സ്റ്റോക്കുകളിലെ ഈ ഒരു വമ്പിച്ച ഇടിവ് ഇന്ത്യയിലുള്ള IT സ്റ്റോക്കുകൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആനുകൂല്യം നൽകിയതായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി ബാഗർ ഗ്രോത്തിൻ്റെ ഒരു പ്രതീക്ഷ ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു സ്റ്റാബിൾ പെർഫോമൻസ് നടത്താൻ ഇന്ത്യൻ IT കമ്പനികൾക്ക് കഴിയുമെന്നാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ IT സ്റ്റോക്കുകളുടെ ഒരു മുന്നേറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.